നമസ്കാരം ഗൈസ്, വെൽക്കം ടു മാഡ് വൈബ്സ് നോട്ട് ചാനൽ. എല്ലാവരും ഹാപ്പിയായിട്ട് കൂളായിട്ട് ചില്ലായിട്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വോയിസ് റെക്കോർഡിങ് ഇതന്നെയാണ് 3-4 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തരുമെന്ന് വിചാരിച്ചിട്ട് തീർന്നിട്ടില്ല. പക്ഷേ സീക്രട്ട് ഏജൻറ്റ് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതും താണ്ടി ആര് വന്നു കഴിഞ്ഞാലും അത് അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുള്ളൂ എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷാലു പേയാടിൻ്റെ ഇഷ്യൂ വന്നു. നമ്മുടെ റോബിൻ്റെ അഡ്വക്കേറ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കാനുണ്ട്. അപ്പം വിജയരാജൻ്റെ ഇഷ്യൂ, നമ്മുടെ വിവി എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം, ഇതിൽ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഒരു രീതിയിലും യോജിക്കാത്ത ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ ചതിക്കുക എന്നുള്ളത്. ഓക്കെ, അത് എന്ത് ബേസ് പറഞ്ഞു കഴിഞ്ഞാലും ചതി തന്നെയാണ്. അതിന് എന്ത് എക്സ്പ്ലനേഷൻ തന്നിട്ട് ഒരു കാര്യമില്ല. വിതൗട്ട് പെർമിഷൻ എല്ലാ ആൾക്കാരുടെയും വോയിസ് എടുത്ത് വെച്ചിട്ട് അത് സെൽഫ് ഡിഫെൻസിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഓക്കെ, അപ്പം ഇന്നലത്തെ വിവിയുടെ ഇതിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് വിവി പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. സീക്രട്ട് ഏജൻറ്റിൻ്റെ കാര്യവും സംസാരിക്കുന്നുണ്ട്. സീക്രട്ട് ഏജൻറ്റും സംസാരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ കുത്തുന്നുള്ളത്. കാര്യങ്ങളുടെ ഇടയിലേക്ക് അന്തർദാഹിനിയിലോട്ട് ഇറങ്ങി ചെന്നപ്പോൾ കുത്തല്ല കിട്ടേണ്ടത്, അറഞ്ചം പറഞ്ഞ ചവിട്ടാണ് വിവിക്ക് കിട്ടേണ്ടതെന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇതിപ്പം സീക്രട്ട് ഏജൻ്റായിട്ട് ഈ ടോപ്പിക്ക് ഉടമശ നിർത്തിയതുകൊണ്ടും ഞാനും നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇത് ഇങ്ങനെ വലിച്ചു നീട്ടി സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കും, കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഷാലു പേയാറിൻ്റെ കേസാണെങ്കിലും എന്തിനാണ് ഇങ്ങനെ അവിടെ ഇവിടെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വഴക്കുണ്ടാക്കി അതിൽ നിന്ന് പൈസ എടുത്ത് ജീവിക്കേണ്ട ആവശ്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. കാരണം ചാനലിൽ സ്ട്രൈക്ക് അടിപ്പിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് സീക്രട്ട് ഏജൻറ്റ് പറയുന്ന പല കാര്യങ്ങളും ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോയിസിൻ്റെ സംഭവങ്ങൾ കൊടുക്കുക, അതേപോലെ ആരവ് പറഞ്ഞ കേസിൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക. ഇവരൊക്കെ ഈ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചെയ്യാൻ നിന്നത് നിങ്ങളുടെ തെറ്റ്. എന്ത് തന്നെയാണെങ്കിലും ചെയ്യാൻ നിന്നത് നിങ്ങളുടെ തെറ്റ്. അപ്പോൾ ഷാലു പേയാടിൻ്റെ കേസിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ പല കഥകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയിപ്പിക്കുന്നുണ്ട്. നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഈ വിവി എന്ന് പറയുന്ന വ്യക്തി. നല്ല രീതിയിൽ തിരിച്ച് വളച്ചൊടിച്ച് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജാസ്മിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഫ്രണ്ടായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ആ കൊച്ചിനോട് ഒരു ഡിങ്കോലാഫി തോന്നി, അതിനെ വളയ്ക്കാൻ പോയി, വളയാത്ത കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിനെതിരെ പണി കൊടുത്തു. ഓക്കെ, എന്നിട്ട് നല്ല നൻപനായിട്ട് പുറത്തിറങ്ങി അഫ്സലിൻ്റെ ഫ്രണ്ടാണ്, അഫ്സലെ സപ്പോർട്ട് ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഫ്സലും മണ്ടൻ അറിയുന്നില്ലായിരുന്നു തൻ്റെ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് താൻ കെട്ടാൻ പോകുന്ന പെങ്കൊച്ചിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു, അത് നടക്കാത്തതിൻ്റെ രീതിയിലാണ് വിഷയങ്ങൾ മുന്നോട്ട് പോയതെന്ന് അറിയില്ലായിരുന്നു. ഇത് ശരിക്കും ഇത് പെറ്റി കേസും സംഭവങ്ങളൊന്നുമല്ല. ഒരു മനുഷ്യനെ ചതിക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സംസാരിച്ച കാര്യങ്ങൾ അത് വോയിസ് റെക്കോർഡായിട്ട് പല യൂട്യൂബേഴ്സിന് അയച്ചു കൊടുക്കുക, എന്നിട്ട് അവരും ഈ ചതിയിൽ പെട്ട് വീഡിയോസ് ചെയ്യുക, എന്നിട്ട് ഒന്നും അറിയാത്ത മാതിരി നൈസായിട്ടൊന്ന് വിവി സംസാരിക്കുക. ഇതൊന്നും ശരിയല്ല മോനെ, ലിറ്ററലി ശരിയല്ല. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ക്യാരക്ടർ ഞാൻ അപ്രീഷിയേറ്റബിൾ ആണ്. കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും അറാമ്പറപ്പ് കാണിച്ചു, ഞാൻ അറാമ്പറപ്പ് കാണിച്ചു, ബാക്കി നീ ചെയ്യുന്നുള്ള രീതിയിൽ നട്ടലോടോട് നിൽക്കാൻ പറ്റണം. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ആണെങ്കിലും ഹീസ് റെഡി ടു അക്സെപ്റ്റ്. ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. നീ വോയിസ് ഇട്ടോ. ഇപ്പോൾ ജാസ്മിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ജാഫറിനെ പറ്റിയിട്ട് സീക്രട്ട് സംസാരിച്ച കാര്യങ്ങൾ അറിയുന്നു, ഉണ്ണിമുകുന്ദൻ്റെ വോയിസ് പുറത്തേക്ക് എടുത്തിട്ട് ആദ്യം കാണിച്ചത് സീക്രട്ട് അല്ലേന്ന് ചോദിക്കുന്നു. ഞാനിവിടെ വെള്ളപൂശൊന്നല്ല, പണി വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതവിടെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിൽ വിത്ത് പെർമിഷൻ നമുക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ വിവി പറയുന്നുണ്ട് ഇൻഫ്ലുവൻസറാണ്, നിന്നെ കണ്ടിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാ യൂട്യൂബേഴ്സും ഇപ്പോൾ ഒരാളുടെ ഇൻ്റർവ്യൂ നമ്മൾ സൈഡിലിട്ട് കീറി മുറുക്കി ചെയ്യുന്നുണ്ട്, ഒരാൾ പറയുന്ന ഒരു വോയിസ് നമ്മൾ സൈഡിൽ കീറിയിട്ടിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആ ചാനലിനോടോ ആ ഇൻ്റർവ്യൂവറിനോടോ നമ്മൾ ചെയ്യുന്നത് നമ്മളതൊരു കണ്ടൻറ് റിയാക്ഷനാണ് കൊടുക്കുന്നത്. പക്ഷേ ഫ്രണ്ട്സായിട്ട് അടുത്ത് നിന്നിട്ട് അത്രയും ട്രസ്റ്റ്വർത്തി നിന്നിട്ട് ഓർക്കപ്പുറത്ത് പുറകിൽ നിന്ന് കുത്തുമ്പോൾ അതിൻ്റെ പെയിൻ ഒന്ന് വലുത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ സീക്രട്ട് ഏജൻറ്റിനോട് കാലത്ത് സംസാരിച്ച് ഞാൻ പറഞ്ഞേടാ, ഈ ചവിട്ടും ഇടിക്കും കുത്തുന്നുള്ളതൊന്നും ഓപ്പൺലി പറയാൻ നിൽക്കല്ലേ, നീ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ അത് അവൻ പറഞ്ഞതല്ല, അവനോട് പറയിപ്പിച്ചതാ. എവിടെയെങ്കിലും വെച്ച് കണ്ട ചവിട്ടെന്ന് പറഞ്ഞാൽ അത് ചവിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുത്തുന്ന. ഇപ്പോൾ ഞാനും അങ്ങനെ തന്നെ ചെയ്തു പോകും. കാരണം നമ്മൾ അത്രയും ജെന്യുവനായിട്ട് നിന്നിട്ട് അത്രയും കാര്യമായിട്ട് നിന്നിട്ട് നമ്മളെ ചതിച്ചു അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. ഈ പയ്യനെ ചെറിയ ഭാവി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് ലൈഫ്.
മനസ്സിലായോ? അപ്പം ഒന്ന് ഇരുന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, ജാസ്മിൻ ചെയ്ത തെറ്റുകുറ്റങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കളിച്ച ഗെയിം സ്ട്രാറ്റജി എനിക്ക് യോജിപ്പിൽ ഉണ്ടാവുന്നല്ല. പക്ഷേ അതിന് ഇത്രയും വലിച്ചു കയറി അഫ്സലിനെ കൊണ്ട് ഈ ചാറ്റ് വരെ പുറത്തേക്ക് ഇട്ടതാണോ, ഇടിയിപ്പിച്ചതാണോ, ഇവരുടെ ബന്ധം ഇത്രയും വേഴ്സ് ആവാനുള്ള റീസൺ വിവി ആണോ എന്ന് തന്നെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം ഇത്രയും ആൾക്കാരുടെ ലൈഫിട്ട് കളിച്ച വിവിക്ക് എനിക്കൊരു മേ ബി ആ ഒരു ക്രഷ് അല്ലെങ്കിൽ ആ ഒരു എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം, അതിന് എഗൻസ്റ്റായിട്ട് കാര്യങ്ങൾ വന്നപ്പോൾ അതിനോട് എന്തോ എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ തോന്നുന്നു, ഞാൻ ഒരിക്കലും ഞാൻ വെള്ളപൂശുന്നല്ല. ഇപ്പോൾ ഈ ചാറ്റ് വരെ പുറത്തേക്ക് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ബേസിലാണെങ്കിൽ ആ ചാറ്റ് പുറത്തേക്ക് ഇടുന്നത് ശരിയല്ല. അത് ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള കാര്യമാണ്. റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ചാറ്റ് വൈസ് പോയിട്ട് അത് പുറത്തേക്ക് എടുക്കാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ അഫ്സൽ സംസാരിക്കുന്നില്ല. അഫ്സലിനെ കൊണ്ട് ഇനി വിവി എന്തൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അഫ്സൽ സംസാരിക്കുന്നില്ല. ഷാലുപ്പയാട് വന്നു, റോബിൻ വന്നു, മറ്റേ സീക്രട്ട് ഏജൻറ്റ് വന്ന് സംസാരിച്ചു. അപ്പം പുറകെ നിന്ന് കുത്തുന്നവരൊക്കെ പൊയ്ക്കോളാം, നമ്മുടെ അടുത്ത് വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര സ്ട്രെസ്ഫുള്ളായിട്ട് നിന്നിട്ട് നമ്മുടെ പുറകെ നിന്ന് കുത്തി നമ്മളെ ഇല്ലാതാക്കാൻ നോക്കിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ നോക്കിയവൻ്റെ അവസ്ഥ ഒരു പണിക്കർക്ക് പോലും നോക്കി കണിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ബന്ധം തകരാൻ ലൈക്ക് പുറത്ത് വന്നിട്ട് മേ ബി അഫ്സൽ ഒന്ന് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള സമയം പോലും കൊടുക്കാതെ ഇവിടെ ആരവിനെയും ഷാലുപ്പയാണ് റോബിനെയും തെറ്റിച്ച പോലെ, അല്ലെങ്കിൽ ജാഫർ അങ്കിളിനെയും സീക്രട്ട് ഏജൻറ്റിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയവർ, അല്ലെങ്കിൽ സ്നേഹയെ ഒരു ഭയങ്കര സംഭവമാക്കി ഒരു പോയിസണസ് വൈഫായിട്ട് ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്ത ഈ സ്ക്രിപ്റ്റ്ഫുള്ളായിട്ടുള്ള വ്യക്തി ഇവർക്കിടയിൽ വിഷം പാകിയത് ഇവനാണോ എന്ന് കൂടി ഇപ്പോൾ സംശയമുണ്ട്. എന്തെന്നാണെങ്കിലും മച്ചന്മാരെ ഒരാളെയും നമ്പരുത്. പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയ വോയിസ് റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ എടുത്തു വെച്ചോ വിത്ത് ദ പെർമിഷൻ. പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പിലും ആണെങ്കിലും എന്തിലാണെങ്കിലും ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ അത് ശ്വാസമില്ലാത്ത ബോഡി പോലെയാണ്. ഇറ്റ്സ് ഡെഡ് ആക്ച്വലി. ഇപ്പോൾ വിവി മോനെ നീ ചെയ്തു വെച്ച ചെറിയ കാര്യങ്ങളൊന്നല്ല, ശരിക്കും അകത്ത് കിടക്കേണ്ട കാര്യങ്ങളാണ്. അത് എന്ത് ബേസിലാണെങ്കിലും ശരി, എന്ത് തന്നെ ബേസിലാണെങ്കിലും ശരി. ഇതിപ്പോൾ ലൈക്ക് വലിയ വീരവാദങ്ങളും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ കാര്യങ്ങളും ഒന്നും വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുക. ഞാനിത് ചെയ്തത് ഇതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചില ന്യായീകരണങ്ങളൊക്കെ ന്യായീകരണങ്ങളായിട്ട് തോന്നിയെന്ന് വരില്ല. അപ്പോൾ നിർത്ത്, ഇനി ആരുടെയും ലൈഫിട്ട് കളിക്കാൻ നിൽക്കല്ലേ. കാരണം പല കഥകളും ഇനി പുറത്തേക്ക് വരാനുണ്ട്. അപ്പോൾ എല്ലായിടത്തും വിവി തന്നെയാണ് താരമെന്ന് പറയുന്നത്. അപ്പോൾ വിവിയുടെ ഈ ഒരു പരിപാടി, ഇത് സെൽഫ് ഡിഫെൻസാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ കുറച്ചും കൂടി കൂടിപ്പോവും. അതുകൊണ്ട് ഞാനത് സംസാരിക്കുന്നില്ല. എന്താണെങ്കിലും ഇവിടെ വെച്ച് നിർത്തുക. ഇനിയിപ്പോൾ പുതിയ കഥകളും പുതിയ വോയിസും ഒരുപാട് വോയിസും കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. ഈ വോയിസും കാര്യങ്ങളൊക്കെ അവരെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ, അല്ലാതെ അവരെ പെർമിഷനോട് ഉണ്ടാക്കിയതല്ലല്ലോ. അവരിലോട്ട് ഒരു ചെറിയ മീൻ ഇട്ട് കൊടുത്ത് അവരുടെ വയന്ന് വലിയ മീൻ വാങ്ങിച്ചിട്ട് ആ വലിയ മീനെ കഷ്ണമാക്കി എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ കൂടെ വിൽക്കുകയല്ലേ. ഇത് ശരിയല്ലടോ, ഇതൊന്നും ഒരു ക്യാരക്ടറല്ല.